സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കണ്ടിരുന്ന പ്രേക്ഷകനെ കൊണ്ട് പ്രാന്തനാക്കിയ അവസ്ഥയായിപ്പോയി. ആ ലെവലിലായി. ഇടി ഒന്നര കൂട്ട് ഇടി തന്നെ ഓണായിട്ട് 2017-18 കാലഘട്ടത്തിലായിരുന്നു ഈ പടം കുറെ കൂടെ വർക്കൗട്ട് ആയനായിരുന്നു. വില്ലന്റെ സ്വാഗ് പൊളിയായിരുന്നു. ഇടി ഒന്നര കൂട്ട് ഇടി തന്നെ ഓണായിട്ട് വേറെ ഒന്നുമില്ല കേട്ടാ. അപ്പൊ ഓണം ശിവകാർത്തികൻ തൂക്കി എനിക്കിന്ന് പറയാനൊന്നുമില്ല. പക്ഷെ ആക്ഷനൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്, നല്ല വൃത്തിയാ ചെയ്തിട്ടുണ്ട്. കിൻഡലിടിയാണോ? കിൻഡലിടി എന്ന് വെച്ചാൽ RDX-ലൊക്കെ പോലത്തെ പെപ്പേര ഇടി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പടം കണക്ട് ആവുമോ? കണക്ട് ആവൂല, അടി മാത്രമേ ഉള്ളൂ. ശ്രീദാസിന്റെ മേക്കിംഗ് ഒക്കെ സ്വാഗതം തന്നെ. കംബാക്ക് ആണോ? കംബാക്ക് ഒന്നും ആയിട്ടില്ല. ഞാൻ കംബാക്ക് എന്ന് പറഞ്ഞിട്ട് ഗോ ബാക്ക് വന്ന അവസ്ഥയായിപ്പോയി. പടം കൊള്ളത്തില്ല, മോശമാണ്. ശിവകാർത്തിനൊക്കെ പൊളിയാണ്, വില്ലനും എല്ലാം ഓക്കെയാണ്. പക്ഷെ ഒരു സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കണ്ടിരുന്ന പ്രേക്ഷകനെ കൊണ്ട് പ്രാന്തനാക്കിയ അവസ്ഥയായിപ്പോയി. ആ ലെവലിലായി. ആക്ഷൻസ് പടമൊക്കെ ഒരു AR പക്ക ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ പക്ഷെ ഒരു നമുക്കൊരു സംതൃപ്തി കിട്ടണ്ടേ, അതില്ല പടത്തിൽ. ലോജിക്കില്ലായ്മയാണോ? ലോജിക്കില്ലായ്മല്ല, ലോജിക്കൊക്കെ ഓക്കെയാണ്. മറ്റേ ഭയങ്കര പ്രേമവും കാര്യങ്ങളും ലവും അതും ഇതൊക്കെ ഓക്കെയാണ്. ഒരു ലവിന് വേണ്ടി ഏത് എക്സ്ട്രീം വരെ പോകണതൊക്കെ ഓക്കെയാണ്. പക്ഷെ പടം കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു സംതൃപ്തി വേണമല്ലോ. പടം കാണുന്ന നമ്മളെ കൂടെ പ്രാന്തനായി കളയും. ആ ലെവലിലായി കളഞ്ഞ പടം. ഒരു വൺ ടൈം വാച്ചബിളാണ് ബ്രോ. നോർമലി പറയുകയാണെന്നുണ്ടെങ്കിൽ വില്ലനിസമാണ് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. വിദ്യുത് ജാമാൻ അത്യാവശ്യം സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നന്നായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ പടം കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉഗ്രനായിട്ടുണ്ട്. BGM കുഴപ്പമില്ല, അതിൻ്റെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശിവകാർത്തികനും കൊള്ളാം. ഓവറോൾ വൺ ടൈം വാച്ചബിളാണ്. മുരുകാസിന്റെ കഴിഞ്ഞ പടം വെച്ചിട്ട് ഇത് അത്യാവശ്യം ഭേദപ്പെട്ട പടമാണ്. ശിവകാർത്തി ഓണം തൂക്കോ? ഇല്ല, ഇപ്രാവശ്യം ഇല്ല. ആക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലേ, വൺ ടൈം വാച്ച് മൂവി അത്രേ ഉള്ളൂ, വേറെ ഒന്നും. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? ആവറേജ് ആണ് ബ്രോ, അത്ര അടിപൊളിയല്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും അത്ര. വൺ ടൈം വാച്ചിനേ ഉള്ളൂ. വില്ലന്റെ സ്വാഗ് പൊളിയായിരുന്നു. BGM ഒക്കെ എവിടെയൊക്കെ കോപ്പി കൊടുത്തൊരു ഫീൽ വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ആവറേജ് ആണ്, ആവറേജ് എക്സ്പീരിയൻസ്. കൊള്ളാം, കുഴപ്പമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് കുറച്ചൊക്കെ ലോജിക്ക് പ്രശ്നമൊക്കെ ആദ്യമൊക്കെ തോന്നും നമുക്ക്. പക്ഷേ പിന്നെ പടം കുഴപ്പമില്ല, നല്ല ആക്ഷനൊക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട്. പക്ഷേ AR പടം കൊള്ളെന്ന് പറയാൻ പറ്റും, ലോജിക്കും കൊള്ളാം, നല്ല അടിപൊളി പടം. അവസാനം ക്ലൈമാക്സ് ഒക്കെ നമുക്ക് സൂപ്പറാണ്. ടിപ്പിക്കൽ കഥയാണോ? കഥയൊന്നും നമുക്ക് വലിയ പുതുമയൊന്നുള്ള കഥയല്ല, എന്നാലും നമുക്ക് നല്ലൊരു ആക്ഷനൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ട് തുപ്പാക്കി ലെവലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. സിനിമ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, നല്ല ആക്ഷനൊക്കെ സൂപ്പറായിട്ട്. ബ്രോ മദ്രാസി എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. പ്രതീക്ഷ ലെവലുണ്ടായിരുന്നു? ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല, പ്രതീക്ഷ അല്ല വന്നത്, എക്സ്പെക്ട് ചെയ്തല്ല ഒന്നും വന്നത്. ശിവകാർത്തികന്റെ ഒരു തുപ്പാക്കിയാണോ? അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റത്തില്ല ബ്രോ. കുഴപ്പമില്ല ബ്രോ, ഒരു ഡീസൻറ്റ് വാച്ചാണ്. അതിന് മേലെ ഒന്നും ഇതിനകത്തില്ല. ഇതൊരു 17-18 ആ ഒരു 2017-18 കാലഘട്ടത്തിലായിരുന്നു ഈ പടം കുറെ കൂടെ വർക്കൗട്ട് ആയനായിരുന്നു. അപ്പൊ കുഴപ്പമില്ല. അനിരുദ്ധിന്റെ BGM കൊള്ളാം. ലൈക്ക് ഇപ്പം ലാസ്റ്റ് വിക്രം കൂലി അതുപോലത്തെ ഒന്നുമില്ല, എന്നാലും ഓക്കെ. ഫസ്റ്റ് ഹാഫ് ഒരു സ്ലോ പേസ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് പടം കത്തിക്കുമല്ലേ? അല്ല, രണ്ടും ഏകദേശം ഒരേ കണക്കിനാണ് ബ്രോ. ജസ്റ്റ് ഒരു ഡീസന്റ് വാച്ചാണ്, അതിന് മേലെ ഇല്ല. ഇത് നോക്കുമ്പോൾ പടം ഫാർ ബെറ്റർ. അയ്യോ, സിക്കന്ദറിനെ വെച്ചൊന്നും കമ്പയർ ചെയ്യല്ലേ. ആ മനുഷ്യന്റെ കരിയറിലെ ഏറ്റവും ദുരന്ത പടമാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നല്ലൊരു പടമാണ്. കുഴപ്പമില്ല ബ്രോ, ഒരു കേക്ക് കാണാം. ഒരു വൺ ടൈം വാച്ചിനുള്ളതാണോ? വൺ ടൈം വാച്ച് ഉണ്ട്. സെക്കൻഡ് ഹാഫ് ഫുള്ള് ആക്ഷൻസ്. എങ്ങനെ വില്ലന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? വിദ്യുതിന്റെ സെക്കൻഡ് ഹാഫ് ഫുള്ള് വില്ലനാണ്. വില്ലര് എസ്കേപ്പ്, രണ്ടും ഒന്നിനൊന്നിനും മെച്ചം. സെക്കൻഡ് ഹാഫില് അനിയുടെ BGM ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? BGM പറയണ്ടല്ലോ ബ്രോ, BGM ഫുള്ള് കത്തിക്കല്ലോ തിയേറ്റർ.